തിരുവോസ്തിയിലേക്ക് നോക്കി നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും, നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളെയും, നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ രോഗപീഠകളെയും, സാമ്പത്തിക ഞെരുക്കങ്ങളെയും, പലവിധത്തിലുള്ള ക്ലേശങ്ങൾ, കഷ്ടതകൾ, കഷ്ടപ്പാടുകൾ, എല്ലാ പ്രയാസങ്ങളെയും ഈ നിമിഷം വിശ്വാസത്തോടെ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 11-ാം അധ്യായം 28-29 വാക്യങ്ങളില് രക്ഷകനായ യേശുനാഥൻ ഇപ്രകാരം അരുൾ ചെയ്തു: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുകയും എൻ്റെ നുകം വഹിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾ ആശ്വാസം കണ്ടെത്തും. അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരുമായ നമ്മെ വിളിക്കുന്ന ദൈവത്തിലേക്ക് നമ്മുടെ എല്ലാ അധ്വാന ഭാരത്തെയും, എല്ലാ കഷ്ടപ്പാടുകളെയും വിശ്വാസത്തോടെ സമർപ്പിക്കാം. അവിടുന്ന് നമ്മോട് അരുൾ ചെയ്യുന്നു: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുവിൻ. ജീവിതത്തെ പൂർണ്ണമായി അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തിൽ ക്ഷമയില്ലെങ്കിൽ, സ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഇതാ ക്ഷമയും സ്നേഹവും നമുക്ക് തരുവാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. നമ്മുടെ ജീവിതം മുഴുവനും നോക്കിക്കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായി നമ്മെ സമർപ്പിക്കുക. കുടുംബത്തെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളിലും കർത്താവ് കടന്നു വരട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലൂടെ നമുക്ക് തന്ന കുടുംബത്തിൽ നിറയട്ടെ. സാത്താൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭരണത്തെയും ഈശോ നമ്മുടെ കുടുംബത്തിൽ വന്ന് അന്ധകാരങ്ങളെ അകറ്റട്ടെ. വിശ്വാസത്തോടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവിൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ കൈക്കൊള്ളും. യാക്കോബ് 15:5 ഇപ്രകാരം പറയുന്നു: വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവന് മാപ്പ് നൽകും. വിശ്വാസത്തോടെ തിരുമുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ പാപമോചനവും രോഗസൗഖ്യവും തരുന്ന കർത്താവിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക.